Behind Woods presents Mansinikare Jairam Fans Meet powered by Regal Jewellers, Kerala's biggest wholesale and manufacturing jewellers. ഇതെന്തോ ചോദിക്കുമ്പോഴാണല്ലേ എന്തോ എന്തോ മിലിറ്ററിയുടെ ആളാണ്. ഇത് ഭയങ്കര ഹിറ്റാണ് കേട്ടോ. എന്നെയൊക്കെ പിള്ളേര് കൊന്നു കൊല വിളിക്കുന്നതിലുള്ളതാണ് അതൊക്കെ. കണ്ണാടിയിലൊന്ന് ഈ ഒരു കോസ്റ്റ്യൂം ആയിട്ട് ഒന്ന് കാണാൻ പറ്റും കേട്ടാ. ഈ എക്സ്പ്രഷൻസ് കിട്ടുന്നത് ഇത് എന്തോ നടന്നു അങ്ങനെ ആയിപ്പോയത്. ഇത് ഏത് ഭാവമായിട്ട് താരതമ്യപ്പെടുത്താം? ഇങ്ങനെ ഒരു ഭാവം ഇല്ല ലോകത്ത്. 10-25 കിലോ കുറച്ച്. അപ്പോഴാണ് മണിരത്നം വിളിച്ചിട്ട് വലിയ വയറ് വേണം, ഒരു 4 മാസം സമയം തരുന്നത് പറഞ്ഞു. ആ 4 മാസത്തിനുള്ളിൽ എത്രത്തോളം ആഹാരം കഴിച്ച് എനിക്ക് വയറ് വെപ്പിക്കാം, ഇത്രയും വയറായിരുന്നു. കണ്ണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഹാപ്പി ഹസ്ബൻഡ്സിലെ തലയെടുപ്പുള്ള ഉത്സവത്തിൽ വരുന്ന ആനകളാണെങ്കിൽ അറിയാം. ഇത് ഈരാറ്റുപേട്ട അയ്യപ്പനല്ലേ? നാടൻ ആനയുടെ ഭംഗി, ഇത്ര ഭംഗിയുള്ള ആന വേറെയുണ്ടോ? ഇത് ഒരുപാട് മുമ്പുള്ള ഫോട്ടോ ആണ്. ഇന്ദ്രസിനൊക്കെ കൊമ്പ് വലിപ്പം വന്നിട്ട് ഭയങ്കരതായില്ലേ? കൊമ്പ് നോക്കിയാണ് കേട്ടോ, കാരണം ഞങ്ങൾക്ക് ഇപ്പൊ കൊമ്പ് നല്ല വലിപ്പമായി കഴിഞ്ഞ ആനയ്ക്ക്. 26 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കണ്ണൻ, ജയറാം കണ്ണൻ. അല്ല, നടക്കുന്നിരുത്തിയിട്ടില്ല, എന്റെ കൂടെ തന്നെയായിരുന്നില്ലേ? ആന ചെരിഞ്ഞു ഇപ്പില്ല. ലോകത്ത് എവിടെ പോയാലും എന്നെ പിള്ളേരും കളിയാക്കുന്ന കാര്യമാണ്. ഈ മുണ്ട് കൊടുത്ത് കാലത്തൊരു ചന്ദനക്കുറിയും തൊട്ട് ഇങ്ങനെ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കും. ഞാൻ എവിടെ പോയാലും എനിക്ക് ഒരു ദിവസം 2 നേരമെങ്കിലും ഞാൻ കുളിക്കും. കാലത്ത് കുളിക്കാൻ അപ്പാക്ക് പ്രാന്തുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാലത്ത് 6 മണിക്ക് ശേഷം ഞാൻ ബെഡിൽ കിടക്കില്ല. അവരാണെങ്കിൽ 12-1 മണിയെല്ലാം വിളിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്. അമ്മയും 2 മക്കളും. വിന്റർ നന്നായിട്ട് വരുന്ന സമയത്ത് 3 മണിക്ക് സൺസെറ്റ് ആണ്, വെളുപ്പിന് 4 മണിക്ക് സൺറൈസ് ആവും. അവർ നോക്കുമ്പോൾ എപ്പോഴും സാൾസ്ബർഗിൽ ഇരുട്ടാണ്. ഇന്നേ വരെ ഒരു സൂര്യൻ കണ്ടിട്ടില്ല, പോണവരെ തിരിച്ചു പോണവരെ. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് ജയറാമേട്ടാ? ദൈവമേ, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സന്ദേശം എന്ന സിനിമയിലെ ജയറാമേട്ടന്റെ ശ്രീനിവാസൻ സാറിന്റെ അനിയനാണ് ഈ ഇരിക്കുന്നത്. Behind Woods presents Mansinikare Jairam Fans Meet powered by Regal Jewellers, Kerala's biggest wholesale and manufacturing jewellers. ജയറാമേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരാളാണ്. കാരണം പത്മശ്രീയുടെ നിറവിൽ നിൽക്കുമ്പോഴും ആനകളെയും മേളത്തറകളെയും ഒക്കെ സ്നേഹിക്കുന്ന ജയറാമേട്ടന് വേണ്ടി ഞങ്ങളൊരു ചെറിയ ചാലഞ്ചാണ്. ഏത് ആനയെ കണ്ടാലും അതിന്റെ പേരുൾപ്പെടെ എല്ലാം തിരിച്ചറിയാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് ജയറാമേട്ടൻ. അയ്യോ, ഏതാനയും പറ്റില്ല. എല്ലാ ആന ഇപ്പൊ കേരളത്തിൽ എത്ര ആനയാണെന്ന് അറിയോ? ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. ഒരു 250-300 ആനകൾക്ക് മുകളിൽ എന്തായാലും ഉണ്ടാവും. അതിൽ ഒരു പരിചയമില്ലാത്ത ആനകൾ എനിക്കറിയില്ല. എന്നാലും നല്ല കേരളത്തിൽ തലയെടുപ്പുള്ള എല്ലാ എഴുന്നള്ളിപ്പുകൾക്കൊക്കെ വരുന്ന ആനകളാണെങ്കിൽ, ഉത്സവത്തിൽ വരുന്ന ആനകളാണെങ്കിൽ അറിയാം. നോക്കാം. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം. അല്ലാത്ത കാണിക്കാൻ പോവാണോ? കാണിക്കാൻ പോവാ. അയ്യോ, അല്ലാത്ത കാണിച്ചാൽ എനിക്ക് അറിയില്ല. ഇല്ല, ജയറാമേട്ടൻ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആനകളെ നമ്മൾ കാണിക്കുള്ളൂ. ജയറാമേട്ടൻ അറിയാൻ പറ്റും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. റെഡി? വെറുതെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയാണ് കാണിക്കുന്നത്. ഇവിടെയാണ് ഈ ആന. ഇത് ഈരാറ്റുപേട്ട അയ്യപ്പനല്ലേ? പിന്നെ 30 വർഷം മുമ്പ് ആ വീട്ടിൽ പോയിട്ട്, 30 അല്ല, ഒരു 27-28 വർഷങ്ങൾക്ക് മുമ്പ് ഈ പരവമ്പറമ്പിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയും, പരവമ്പറമ്പിൽ അയ്യപ്പൻ എന്നായിരുന്നു പേര്. പിന്നെയാണ് ഈരാറ്റുപേട്ട അയ്യപ്പനെ മാറ്റിയത്. എന്താ ഇതിന്റെ പ്രത്യേകത ഏട്ടാ? കോടനാട് കൂട്ടിൽ ആനയാണ്. കോടനാട് കൂട്ടിൽ 77 ലേലം വിളിച്ച ആനയാണ്. അന്ന് ചെറിയ കുട്ടിയാനയായിട്ട് കൊണ്ടുപോയതാണ്. പലരും കൈമാറി ഇപ്പൊ പരവമ്പറമ്പിൽ അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്. നാടൻ ആനയുടെ ഭംഗി, ഇത്ര ഭംഗിയുള്ള ആന വേറെയുണ്ടോ? ആനയില്ല. അതിന്റെ കൊമ്പ്, ചീള്, തലക്കുന്നി, മസ്തകം, പെരുമുഖം, അതിന്റെ തുമ്പിക്കേട്, ഇത് നല്ല വെളുത്ത നഖം, അമരം, നട എല്ലാം നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കി. അപ്പൊ ഇനി അടുത്ത നമ്മൾ കാണിക്കാൻ പോവാണ്. അയ്യോ, പേരെഴുതുന്നുണ്ടോ അപ്പുറത്ത്? ഇത് കറക്റ്റ് ആവുമ്പോഴേ എഴുതുള്ളൂ. ഓ, അങ്ങനെയാണോ? ജയറാമേട്ടൻ കറക്റ്റ് പറഞ്ഞാലേ ഞങ്ങൾ എഴുതുള്ളൂ. അപ്പൊ ഇത് ഈരാറ്റുപേട്ട അയ്യപ്പനാണ്, ആനപ്രേമികൾക്ക് വേണ്ടി. അപ്പൊ നെക്സ്റ്റ് ആന ഇത് മീനാടാനയാണോ? പെട്ടെന്ന് ഇതിൽ കാണുമ്പോ ആഹാ, ഇത് ഇനിയിപ്പോ ഇന്ദ്രസനാണോ? അത് എനിക്ക് കൊമ്പ് കാണുമ്പോ ഇന്ദ്രസനാണല്ലേ? ഗുരുവായൂർ ഇന്ദ്രസനാണോ? ആണോ? പേര് നോക്കട്ടെ. കറക്റ്റ്. ഇത് ഒരുപാട് മുമ്പുള്ള ഫോട്ടോ ആണ്. ഇന്ദ്രസിനൊക്കെ കൊമ്പ് വലിപ്പം വന്നിട്ട് ഭയങ്കരതായില്ലേ? അതാണ് എനിക്ക് പെട്ടെന്ന് കിട്ടാത്തത്. കൊമ്പ് നോക്കിയാണ് കേട്ടോ, കാരണം ഞങ്ങൾക്ക് ഇപ്പൊ കൊമ്പ് നല്ല വലിപ്പമായി കഴിഞ്ഞ ആനയ്ക്ക്, ഭയങ്കര വലിപ്പം. ഇതിന്റെ ഐഡന്റിറ്റി എന്താ മനസ്സിൽ? ഐഡന്റിറ്റി, ഇന്ദ്രസൻ ആനക്കോട്ടയിലുള്ള ഏറ്റവും നല്ല ആനകളിലാണ്. ആ ചെവിയുടെയൊക്കെ നല്ല, അതിന് നല്ല മദഗിരി എന്നാ പറയാ. നല്ല മദഗിരി, നല്ല വാൽ, നല്ല ചെവി, നല്ല വാൽ ചെവി. ആ മദഗിരിയുടെ കളറൊക്കെ കണ്ടില്ലേ? നല്ല പിങ്ക് കളറിലുള്ള അത്, നല്ല വീണെടുത്ത കൊമ്പ്, നല്ലതെല്ലാം. ഒരുപാട്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പോവാണ്. അടുത്തത് പ്ലീസ്. ഇതൊന്നും നോക്കണ്ട. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ
ഭാരമുള്ള ആനയാണ്. ഗുരുവായൂർ നന്ദൻ. ഗുരുവായൂർ നന്ദൻ ഏറ്റവും ഭാരമുള്ള ആനയാണ്. ആണ്. നല്ല ചുവന്ന മതഗിരിയാണ്. നല്ല ഭയങ്കര ബോഡി വെയിറ്റ് ആണ്. ആന എത്രയോ എനിക്ക് തോന്നുന്നു 6 ടണ്ണോ 7 ടണ്ണോ ആണ് വെയിറ്റ്. ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആനയാണ്. അടുത്തത് ദൈവമേ, ഇത് അയ്യോ, ഇത് മേലല്ല, ഇത് ഒരു പഴയ ഇല്ലല്ല ഇതൊരു പഴയ ഫോട്ടോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊമ്പ് കണ്ടിട്ട് എനിക്ക് നമ്മുടെ അല്ല ബാഹുബലിയിലൊക്കെ അഭിനയിച്ച മറ്റേ ഒരു മിനിറ്റ് അയ്യോ, ചിറക്കൽ കാളിദാസനാണോ നോക്കും. കാളിദാസൻ. ഇതും പഴയ ഫോട്ടോ ആണ് നിങ്ങൾ കാണിക്കുന്നത്. ചിറക്കൽ കാളിദാസൻ എന്റെ കൂടെ അഭിനയിച്ച ആനയല്ലേ. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു നമ്മുടെ പട്ടാഭിഷേകത്തിൽ ഒരു ആനയോട്ടം ഉണ്ട്. ആനയോട്ടത്തിൽ എന്റെ ആനയുടെ തൊട്ടു പുറകെ ഓടുന്ന ആന ഈ ചിറക്കൽ കാളിദാസനാണ്. വളരെ ചെറിയ ആനയാ. ഇത് ആ സമയത്ത് കണ്ടെടുത്ത ഫോട്ടോ ആണ്. ഓ അടിപൊളി. ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ മാക്സിമം അറിയാതിരിക്കാനൊക്കെ പഴയ ഫോട്ടോ കൊണ്ടുവന്നിട്ട് ജയറാമേട്ടൻ പിടിക്കുക. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ. മനസ്സിലായില്ല. 26 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കണ്ണൻ ജയറാം കണ്ണൻ. എനിക്ക് തോന്നുന്നു ജയറാമേട്ടൻ 26 ഇയേഴ്സ് ഉണ്ടായിരുന്നു. 26 വർഷം ഉണ്ടായിരുന്നു. 26 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ. 26 വർഷം. അല്ല ജയറാമേട്ടൻ അതിനെ ഈ നടക്കിൽ ഇരുത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര ദിവസം ജയറാമേട്ടൻ ഉറങ്ങാതിരുന്നാണ്. അല്ല നടക്കുന്നിരുത്തിയിട്ടില്ല, എന്റെ കൂടെ തന്നെയായിരുന്നില്ലേ. ആന ചെരിഞ്ഞു ഇപ്പില്ല. ആണോ? അപ്പോൾ ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ഒരുപാട് ആനകൾക്ക് TBയുടെ അസുഖം വന്നിരുന്നു. അതായത് അമ്പലപ്പറമ്പുകളിലൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കുന്ന ഒരേ സ്ഥലത്തു നിന്നായിരിക്കും. അപ്പോൾ ആന ആദ്യം അതിനകത്തേക്ക് സ്പിറ്റ് ചെയ്തിട്ടാണ് രണ്ടാമത് വെള്ളം വലിക്കുന്നത്. അപ്പോൾ അസുഖമുള്ള ആനകളിൽ നിന്ന് പല ആനകൾക്കും TBയുടെ അസുഖം വന്നു. ആ കൂട്ടത്തിൽ എൻ്റെ ആനയ്ക്കും വന്നു. ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ നോക്കി, അത് സാധിച്ചില്ല. ആന പെട്ടെന്ന് ക്ഷീണിച്ച് വരും, വയ്യാണ്ടാവും, ശ്വാസം കിട്ടാതാവും, നടക്കാൻ പറ്റാതാവും. അതിന് ഒരുപാട് ആനകൾക്ക് വന്നു. ആ പീരീഡിൽ വന്ന ഒരുപാട് ആനകൾക്ക് വന്ന കൂട്ടത്തിലും വന്നാണ് അവൻ ചെരിഞ്ഞു പോയത്. ഇത് ഒറ്റ ഇതുള്ളൂ. കേരളത്തിൽ ആർക്കെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ആനയാണ്. രാത്രി കെട്ടിക്കുന്ന സ്ഥലത്ത് ആര് വിളിച്ചാൽ അതിന്റെ കൂടെ പോകും. അത്ര പാവം പിടിച്ച ആനയാണ്. ഒന്നും ചെയ്യത്തില്ല, അറിയാത്തവരാണെങ്കിലും ഒന്നുമില്ല. അത്ര എന്തായാലും ഇഷ്ട ഭക്ഷണം എന്തായിരുന്നു ജയറാമേട്ടൻ ഏറ്റവും കൂടുതൽ കൊടുത്തോണ്ടിരുന്ന? ഏതായിരുന്നു? അവനെ ഞാൻ കാണുമ്പോൾ അവന് ഏറ്റവും ഇഷ്ടം എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കപ്പലണ്ടി മിഠായില്ലേ, കടല മിഠായില്ലേ, അത് ഞാൻ എൻ്റെ കയ്യിൽ ഒളിച്ചു വെച്ച് അവൻ അപ്പറ എങ്ങനെ നോക്കുന്നത്. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏതാന ഇട്ടാലും ജയറാമേട്ടൻ കറക്റ്റ് ആയിട്ട് പറയും. ഒരു രക്ഷയില്ല കേട്ടോ. ആനകൾ ഒരുപാടില്ലേ ഇനി കേരളത്തിൽ. പിന്നെ ജയറാമേട്ടൻ പാമ്പാടി രാജൻ വന്നില്ല, മലയാളപ്പുഴ രാജൻ വന്നില്ല, പിന്നെ തൃക്കടവൂർ ശിവരാജു വന്നില്ല, തിരുനക്കര ശിവൻ വന്നില്ല. പിന്നെ ആനകൾ കിടക്കില്ല ഇനി. അല്ല, ഈ കണ്ണൻ ചരിഞ്ഞു എന്ന് പറഞ്ഞു, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇനി ഒരു ആനയെ കൂടെ മേടിക്കണം അല്ലെങ്കിൽ നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്? തിരക്കൊക്കെ ആയോണ്ടാണോ ജയറാമേട്ടാ? പറയാൻ പറ്റില്ല, എപ്പോ ആണെങ്കിൽ ദൈവമായിട്ട് കൊണ്ട് തരണത് നടക്കുന്ന പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ഇനി ജയറാമേട്ടൻ ഇപ്പൊ ആനകളുടെ കാര്യമൊക്കെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി. ഇനി ജയറാമേട്ടന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ബിഹൈൻഡ് വുഡ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റ് ഞങ്ങളൊന്ന് തരാൻ പോവാണ്. ഈ ആന റൗണ്ട് ഇത്രയും കൃത്യമായി വിജയിച്ചുകൊണ്ട് ജയറാമേട്ടന് വേണ്ടിയിട്ട് 100 ആനയെ ഞാൻ പറയാം കേട്ടോ. 100 ആനയെ വേണേ കാണാം. നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ജയറാമേട്ടാ, ടു യു 100% ആനപ്രേമിയായ മലയാളത്തിന്റെ സ്വന്തം, ഇന്ത്യയുടെ സ്വന്തം പത്മശ്രീ ജയറാം. ജയറാമേട്ടാ, ഇനി നമ്മുടെ ഏറ്റവും മേജർ സെഗ്മെന്റ്സിലോട്ട് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ജയറാമേട്ടൻ തന്നെ ട്രോളുകൾ ജയറാമേട്ടൻ കാണാറുണ്ടോ? പിന്നെ ഈ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ജയറാമേട്ടന്റെ ട്രോളുകളൊക്കെ അയച്ചു തരുന്ന ആരായിരിക്കും? ഇങ്ങനെയുള്ള എനിക്ക് കണ്ണൻ കാണിച്ചു തരും, ചക്കി കാണിച്ചു തരും, അങ്ങനെയാണ് അധികം കാണാറ്. അപ്പൊ ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് ജയറാമേട്ടൻ ജസ്റ്റ് ഫോർ ഫൺ, ഓക്കെ? പിന്നെന്താ, ഭയങ്കര വൈറലായ സംഭവങ്ങളാണ് കാണാൻ പോകുന്നേ. അല്ല ജയറാമേട്ടൻ, ആ ആക്ഷൻ ഒന്ന് കാണിക്കോ, എക്സ്പ്രഷൻ ഒന്ന്. എന്താ എക്സ്പ്രഷൻ എന്നുള്ളതേ? ഇതെന്തോ ചോദിക്കുമ്പോഴാണല്ലേ എന്തോ മിലിറ്ററിയുടെ ആളാണ്. അല്ലെ, ഒന്ന് വെറുതെ ഒന്ന് കാണാൻ എക്സ്പ്രഷൻ. അടുത്തത് ഇതിലാണ് പ്രധാനമായിട്ട്. ഇത് സലാം കാശ്മീർ എന്ന സിനിമ, ഇത് ഭയങ്കര ഹിറ്റാണ് കേട്ടോ. എന്നെയൊക്കെ പിള്ളേര് കൊല വിളിക്കുന്നതിലുള്ളതാണ്. അതൊക്കെ എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റണ്ടേ നമുക്ക്? പിന്നെ എനിക്ക് ഭയങ്കര എൻജോയ്മെന്റ്. അല്ല, ഞങ്ങൾക്കൊരു ചെറിയ റിക്വസ്റ്റ് ആണ്, ഇന്നത്തെ ജനറേഷന്റെ റിക്വസ്റ്റ് കൂടിയാണ്. ആ കണ്ണാടിയിലൊന്ന് ഈ ഒരു കോസ്റ്റ്യൂം ആയിട്ട് ഒന്ന് കാണാൻ പറ്റും ഏട്ടാ? കണ്ണാടിയില് ജസ്റ്റ് ഈ ഒരു ഔട്ട്ലുക്കില്. എവിടെ കണ്ണാടി ഉണ്ട്? ഒന്ന് നിന്ന് സാർ, ഇതിന്റെ ഒപ്പം ഒന്ന് നമ്മൾ നിന്ന് ഒരു ഫോട്ടോ ഫ്രെയിമിന് വേണ്ടി.
ജയറാമേട്ട അത് ഊരിയില്ലെങ്കിലും ഞങ്ങൾക്ക് വിഷയമല്ല കേട്ടോ, കാരണം യു ആർ ലുക്കിംഗ് സൂപ്പർ ഗുഡ്. അടിപൊളി. ഇനി ഈ ഷാറുഖ് ഖാനെ വരെ സൈഡാക്കിയ മെയിൻ ആളാണ് വരാൻ പോകുന്നത്. റെഡിയാണോ? റെഡി? യെസ്. എന്ത് അല്ല ഏട്ടാ, ഇത് എന്തായിരുന്നു ആ ഒരു ഇത് എവിടെ ഏട്ടാ? ഇത് ഷാരൂഖ് ഖാനെ വിളിച്ചോണ്ട് വന്നാണ് സ്റ്റേജിലേക്ക്. ആഹാ, അല്ല ഇത് എവിടെ നേട്ടാ ഈ എക്സ്പ്രഷൻസ് കിട്ടുന്ന ജയറാമേട്ടന്? ഇത് എന്തോ നടന്നു, അങ്ങനെ ആയിപ്പോയത്. ഇത് ഏത് ഭാവമായിട്ട് താരതമ്യപ്പെടുത്താം? ഇങ്ങനെ ഒരു ഭാവം ഇല്ല ലോകത്ത്, ഇങ്ങനൊന്നുമില്ല. അയ്യോ, ഇനി അടുത്തതുണ്ടോ? ഇത്രയും മതി ജയറാമേട്ടാ. മതിയല്ലോ, എന്തിനീ കൂടുതൽ? എനിക്ക് അതല്ല ജയറാമേട്ട, ചില ആക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചോറ് കഴിച്ച് കരഞ്ഞോണ്ടിരുന്ന് ചോറ് കഴിക്കുന്നവരുണ്ട്, മീശയൊക്കെ വെച്ചിട്ട്. ഏതോ തമിഴ് സിനിമയാണെന്നാണ് എന്റെ വിശ്വാസം. അതൊക്കെ ഇപ്പൊ ഭയങ്കര എനിക്ക് തോന്നുന്നു ഉത്തമൻ എന്നൊരു സിനിമയിലായിരിക്കും, അതായിരിക്കും. ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റേ കണ്ണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഹാപ്പി ഹസ്ബൻഡ്സിലെ അതെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റും കേട്ടോ, കാരണം ആ എക്സ്പ്രഷൻ ഒന്നും ആരും ഇവിടെ കണ്ടിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഞെട്ടിട്ടൊക്കെ. ഓ മൈ ഗോഡ്, സൂപ്പർ. ട്രോളുകളൊന്നും എല്ലാം എൻജോയ് അല്ലേ? എല്ലാം എൻജോയ് ചെയ്യും. പൊന്നിയിൻ സെൽവന് മുന്നിൽ ജയറാമേട്ടനെ കാണുമ്പോൾ നിയർ ടു 6 pack ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അയ്യോ, അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ നന്നായിട്ട് ആ അലാവൈകുണ്ഠപുരം സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ചെയ്ത് 10-25 കിലോ കുറച്ചത്. അപ്പോഴാണ് മണിരത്നം വിളിച്ചിട്ട് വലിയ വയറ് വേണം, ഒരു 4 മാസം സമയം തരുമെന്ന് പറഞ്ഞു. ആ 4 മാസത്തിനുള്ളിൽ എത്രത്തോളം ആഹാരം കഴിച്ച് എനിക്ക് വയറ് വെപ്പിക്കാൻ, ഇത്രയും വയറായിരുന്നു. പിന്നെ അത് വയറ് വരാൻ എളുപ്പമാണ്, പിന്നെ നമുക്ക് കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. രാവും പകലും എത്ര ട്രെഡ്മില്ല് എന്തോടിയാലും ഈ സാധനം മാത്രം കുറയില്ല. ഭയങ്കരമാണ്, ഒരുപാട് കഷ്ടപ്പെട്ടു. അതുപോലെ കുറയ്ക്കാൻ കഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും കാര്യമുണ്ടോ ജയറാമേട്ട ജീവിതത്തിൽ? എന്തെങ്കിലും ഒരു ശീലവോ ഇഷ്ടവോ വേണ്ടാന്ന് വെക്കാനായിട്ട് പാടുപെട്ട എന്തെങ്കിലും ഉണ്ടോ? പാടുപെട്ടത്, ഒരുപാട് പാടുപെട്ട് ഞാൻ സ്മോക്ക് ചെയ്യായിരുന്നു. എൻ്റെ മോള് ജനിച്ച സമയത്തൊക്കെ അന്ന് കാറിലൊക്കെ വലിക്കുമ്പോൾ മോളെ ഇങ്ങനെ വെച്ചിട്ട് വലിക്കരുത്, അത് അടുത്തുള്ള കുട്ടികൾക്കല്ലേ ഇതെന്ന് പറഞ്ഞിട്ട് അത് അപ്പം തൊട്ട് എനിക്കതായി പിന്നെ ഒരൊറ്റ വലിച്ചെറിഞ്ഞ് കളഞ്ഞതാണ്. പിന്നെ കുറേ ദിവസത്തേക്ക് നമുക്ക് എത്രയും സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ആൾ നിർത്തുമ്പോൾ ഒരു വിഷമം തോന്നില്ല. പിന്നെ ഞാൻ വലിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മോൾ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞുകൂടി പിന്നെ ഞാൻ വലിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് എന്നെ ഞെട്ടിച്ചേട്ടോ, ഞാൻ ജയറാമേട്ടൻ എന്ന് പറഞ്ഞപ്പോ നല്ലൊരു ക്ലാസി സാരിയൊക്കെ ഉടുത്ത്. സാരിയോ? ഞാൻ ഞാൻ മുണ്ടെടുത്ത് വരുന്ന ഞാൻ ജയറാമേട്ടൻ മുണ്ട്, കാരണം ഞാൻ ചക്കിയുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ ചക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പയ്ക്ക് മുണ്ടല്ലാതെ ഒരു ജീവിതം ഇല്ല. ഇനി സ്വിറ്റ്സർലൻഡിൽ പോയിട്ടാണെങ്കിൽ അപ്പം മുണ്ടെടുത്ത് തണുത്ത് വിറച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ലോകത്ത് എവിടെ പോയാലും എന്നെ പിള്ളേരും കളിയാക്കുന്ന കാര്യം അത്. ഈ മുണ്ടുകൊടുത്ത് കാലത്തൊരു ചന്ദനക്കുറിയും തൊട്ട് ഇങ്ങനെ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുക. ചന്ദനക്കുറി മാത്രമല്ല, എന്നും ചക്കി പറയും രാവിലെ എണീറ്റ് എന്നും കുളിക്കുകയും ചെയ്യുന്നു. എത്ര തണുപ്പാണെങ്കിലും അതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മൈനസാണ്. ഞാൻ എപ്പോഴും പോയാലും എനിക്ക് ഒരു ദിവസം 2 നേരമെങ്കിലും ഞാൻ കുളിക്കും. പറ്റിയാൽ വൈകുന്നേരം കുളിക്കാതെ കിടക്കുക എന്നുള്ളതിനെ കൂടെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാനും അവരുമായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതാവുന്നത്. ഒന്ന്, ഞാൻ കാലത്ത് 6 മണിക്ക് ശേഷം ഞാൻ ബെഡിൽ കിടക്കില്ല. ഇനി അതെന്തായാലും എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അവരാണെങ്കിൽ 12-1 മണിയല്ല വിളിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്, അമ്മയും 2 മക്കളും. അപ്പോൾ ഞങ്ങളിനി എവിടെയെങ്കിലുമൊക്കെ പോയാൽ നമ്മളൊരു പുതിയ രാജ്യത്ത് പോകുമ്പോൾ പുതിയ കാഴ്ചകൾ കാണുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രഭാതം കാണുക, നടക്കാൻ പോവുക, പുതിയ കാണുക. അതപ്പോൾ എനിക്കെന്തെങ്കിലും ഞാനൊരു കാലത്ത് തന്നെ കുളിച്ച് ഒരു മുണ്ടും മുളച്ച് കുത്തി ഞാനതിലെങ്ങാനും നടന്നിങ്ങനെ പോവും. ഇവരെണീക്കുമ്പോഴത്തേക്ക് ഒരു 12 മണിയാകുമ്പോൾ തിരിച്ചു വന്നാൽ മതിയല്ലോ. അങ്ങനെ അങ്ങനെ ഒരു വലിയ തമാശ ഉണ്ടായിട്ടുണ്ട്. സാൾസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സൗണ്ട് ഓഫ് മ്യൂസിക് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടില്ലേ, ജർമ്മനിയുടെ തൊട്ടുപുറത്തായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ വിയന്നെ താമസിച്ചിട്ട് വിയന്ന, പ്രാഗ്, ഈ സാൾസ്ബർഗ് ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിങ്ങനെ ഞങ്ങൾ. അപ്പോൾ സാൾസ്ബർഗിൽ ഒരു 5 ദിവസം താമസിച്ചു. ചുറ്റും മലകളാണ്, ഐസ് മൗണ്ടൻസ് ആണ്. സൗണ്ട് ഓഫ് മ്യൂസിക്കുള്ള സിനിമ കണ്ടറിയാം. അതെ, നടുക്കുള്ളൊരു ചെറിയ ഗ്രാമമാണ്. വേനൽക്കാലത്ത് ഒരു വിൻ്റർ നന്നായിട്ട് വരുന്ന സമയത്ത് 3 മണിക്ക് സൺസെറ്റാണ്. ഉച്ചയ്ക്ക് 2:30 മണി തൊട്ട് 3 മണിക്കുള്ള സൺസെറ്റാണ്. വെളുപ്പിന് 4 മണിക്ക് സൺറൈസ് ആവും, 3:30-4 മണിക്ക്. അപ്പോൾ ഇവർ കിടക്കുന്നത് കറക്റ്റ് ഏകദേശം ഒരു വെളുപ്പാൻ കാലത്ത് 3 മണിക്ക് മുമ്പ് കിടക്കും. എണീക്കുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിയാവും. ഇവർ നോക്കുമ്പോൾ എപ്പോഴും സാൾസ്ബർഗിൽ ഇരുട്ടാ. ഇന്നേ വരെ ഒരു സൂര്യൻ കണ്ടിട്ടില്ല, പോണവരെ, തിരിച്ചു പോണവരെ. 5 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 5 ദിവസം ഇതെന്ത് നേരം വെളുക്കാത്ത ഇവിടെ. ഇവർ കിടക്കണം 3 മണിക്ക്, അത് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത്. 2 മണിക്ക് ഇവർ എണീക്കുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും. അയ്യോ സത്യോ? അല്ല, ഞാനത് ചക്കി പറഞ്ഞിട്ട് അപ്പൊ എന്നും കുളിക്കും, കാരണം ഞങ്ങളൊന്നും അങ്ങനെ ഡെയിലി കുളിക്കാറില്ല. അങ്ങനെയല്ല ഏട്ടാ, നമ്മൾ ഹെയർ വാഷ് ചെയ്യില്ല, കാരണം ഈ ഹെയർ എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കല്ലേ. ഇതൊക്കെ പോയാ പോയി കഴിഞ്ഞു, പിന്നെ ആൾക്കാരെല്ലാം തിരിച്ചറിയില്ല.
അതുകൊണ്ട് ജയറാമേട്ടൻ എന്നും ഇത് കുളിച്ച് കുളിക്കുന്നതല്ല, അത് ചോദിക്കുന്നതിന് അപ്പാക്ക് പ്രാന്തുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തലയ്ക്ക് കാലത്ത് കുളിക്കാൻ തലയ്ക്ക് ഭ്രാന്തുണ്ടെന്നാണ് ചോദിക്കുന്നത്. പോലെ എനിക്ക് അപ്പൊ ഒരു സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഒരു സർപ്രൈസ്. യെസ്, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് ജയറാമേട്ടാ ഒന്ന് കാര്യമായിട്ട് നോക്കിയേ. ഞാനൊരു ക്ലൂ പറയാം കേട്ടോ. ക്ലൂ കൊടുക്കുന്നില്ല. ക്ലൂ കൊടുക്കണ്ട, അല്ലാതെ തന്നെ പറയും. ആണോ? പറഞ്ഞേ. അയ്യോ, പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് അടുത്ത് വന്നൊന്ന് കാണണോ? ഞാനൊരു ക്ലൂ കൊടുക്കാം. ആ, ഫോർട്ട് ചർച്ച്. ഫോർട്ട് ചർച്ച്. ഇനി ഒരു സാധനം കൂടെ കാണിച്ചു തരാം. ദൈവമേ, അയ്യോ എന്തായിരുന്നു എനിക്ക് കൊടിയാണോ? ഒരു കൊടിയാണല്ലോ. കേട്ടോ, ഞാൻ എന്തെങ്കിലും ഇനി സ്ക്രീനിലോട്ട് കാണിച്ചു തരാം ജയറാമേട്ടന്. ദൈവമേ, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എന്റെ പൊന്നെ അനിയനാണ്. സന്ദേശം എന്ന സിനിമയിലെ ജയറാമേട്ടന്റെ ശ്രീനിവാസൻ സാറിന്റെ അനിയനാണ് ഈ ഇരിക്കുന്നത്. അയ്യോ, എത്ര കാലം കഴിഞ്ഞത് കണ്ടിട്ടില്ല. അതിപ്പോ ആ ഷൂട്ടിംഗ് കഴിഞ്ഞ നമ്മൾ കണ്ടിട്ടില്ല. കണ്ടോ? ഉമ്മൻചാണ്ടി സാറിന്റെ പ്രാർത്ഥനയ്ക്ക് കണ്ടു. ശരിയാണ് ശരിയാണ് ശരി. അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പം ഐഡന്റിഫൈ ശരി ശരി. ഫോർട്ട് ചർച്ച് എന്താണെന്നറിയോ? കോട്ടപ്പള്ളി. അല്ല, എന്തൊരു പടമാണല്ലേ അനിയനായിട്ട് അഭിനയിച്ചിട്ട്. ഓ മൈ ഗോഡ്. പടം തീരുന്നത് ആ കഥാപാത്രത്തിലല്ലേ? ആണ്. ആ കൊടി ഒടിച്ച് കളഞ്ഞിട്ടല്ലേ ഞാനും. അല്ല, അനിയൻ ഞാനും ശ്രീനിവാസനും ഞാനും നന്നായി. ശ്രീനിവാസൻ ഒരു കോടതിയിലേക്ക് ഒരു കേസ് വാദിക്കാൻ പോകുന്നു. ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഇൻ്റർവ്യൂ ഉണ്ട് അച്ഛാ, ഇന്നെങ്കിലും എനിക്കത് തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നു. ആ ഇറങ്ങുന്ന സമയത്താണ് അവിടെ നിന്ന് കൊടി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് ചോദിക്കുമ്പോൾ യാതൊരു കാരണമില്ലാതെ തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ ഞങ്ങള് കുറച്ചുപേര് ചേർന്നൊരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനൊരു കൊടി വേണമല്ലോ. നാളെ മുതൽ ഞങ്ങൾ സമരം തുടങ്ങാൻ പോവാ. അതെയാ? രണ്ടുപേരും പിടിച്ചിട്ട് ആ കൊടി ഒടിച്ചെറിയുമ്പോഴാണ് പടം തീരുന്നത്. സന്ദേശം. പക്ഷേ എന്താ പറയാ, കൊടി പിടിച്ച് എറിഞ്ഞോണ്ടൊരു ഗുണം ഉണ്ടായി. ആളിപ്പോ യഥാർത്ഥ ജീവിതത്തിൽ ഡോക്ടറാണ്. Really? Yes. Congrats. Yes, doctor. Super. Congrats, doctor. Practice in Calicut or? ഞാൻ 14 വർഷം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പ്രാക്ടീസ് ചെയ്തത്. Okay. ഇപ്പൊ ഞാൻ സ്വന്തം ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു വടുതലയിലാണ്. Okay, doctor. ഇവരുമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കാരണം ശ്രീനിവാസൻ സാർ, ജയറാമേട്ടൻ, തിലകൻ സാർ, അങ്ങനെ ഒരു വലിയ സെറ്റ് ആയിരുന്നു സന്ദേശത്തിന്റെ. എന്തെങ്കിലും മെമ്മറി ഉണ്ടോ? ഞാനൊരു 10ാം ക്ലാസ്സുകാരനായിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെ ജയറാമേട്ടനാണ് എന്നെ മുണ്ടെടുക്കാൻ പഠിപ്പിച്ചത്. അത് നമ്മുടെ, എനിക്ക് തോന്നുന്നത് വെള്ളാനുകളുടെ നാടും ഷൂട്ട് ചെയ്തിരുന്ന അതേ വീട് തന്നെയാണ്. അതേ വീട്. വെള്ളയിൽ എന്ന് പറഞ്ഞ സ്ഥലം, കോഴിക്കോട്. ബ്രിഡ്ജിന്റെ തൊട്ടുപുറത്ത്. എങ്ങനെയായിരുന്നു ജയറാമേട്ടൻ സെറ്റിൽ? ജയറാമേട്ടന്റെ സീൻസ് ഒക്കെ ഞാൻ പോയി ഇങ്ങനെ കാണുമായിരുന്നു. എപ്പോഴും ഭയങ്കര രസമായിരുന്നു. അപ്പം ഓരോ സമയത്തും ഓരോ ഡയലോഗ് കൊടുക്കുന്നു. എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും വലിയ സ്റ്റാർസ് ആണല്ലോ. അപ്പൊ അതിങ്ങനെ കണ്ടിരിക്കുന്നത് തന്നെ വലിയൊരു കൗതുകമായിരുന്നു. മമ്മൂക്കോയ സാറ് കുറച്ച് നേരം മാത്രം, ഇന്നസെന്റ് സാർ അതിനകത്തുണ്ട്. അപ്പൊ അതേ സമയത്ത് തന്നെ ആയിരുന്നു മമ്മൂക്കയൊക്കെ എന്റെ കൂടെയാണ്, KRPയുടെ കൂടെ. അല്ല, ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ടോ? എനിക്കതിൽ ഓർമ്മയുള്ള ഡയലോഗ് അതാ, മറ്റേ പോളണ്ടിനെ പറ്റിയ ഒരു അക്ഷരം പോളണ്ട് കോമൺ ആണ്. പിന്നെ ഇതിൽ എന്റെ കൂടെ മാമുക്കയുണ്ട്, അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് ആണ്. അപ്പം വലിയൊരു ഓർമ്മയാണ്. എന്തായാലും ഡോക്ടറിന് ഒരു വലിയ താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു ഡോക്ടർ. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Behind Woods presents Mansinikare Jairam Fans Meet, powered by Regal Jewelers, Kerala's biggest wholesale and manufacturing jewelers.